എന്ന് തീരെ ഈ ദുരിതം. ഈ കാണുന്ന കനാല് മൊത്തം മണ്ണിട്ട് നികത്തിയത് കൊണ്ടല്ലേ ഈ വെള്ളം കൊണ്ട് നിൽക്കുന്നത്. ആ കനാൽ തുറന്നിട്ടുണ്ടെങ്കിൽ ഈ വെള്ളമല്ല കനാൽ പോകും, കനാൽ നേരെ വയലിലേക്ക് മറ്റും പോവില്ല. ഇതെന്തുകൊണ്ട് മുനിസിപ്പാലിറ്റി കാണുന്നില്ല? ഇതേപോലെ ആയിരിക്കണം ഈ കനാൽ കാണുന്നില്ല. ഈ കനാൽ കാണുന്ന പോലെ ആയിരിക്കണം എല്ലാവരും ചെയ്യേണ്ടത്. ഇപ്പോൾ സൈഡ് കണ്ടുക മണ്ണിട്ട് മൂടിക്കൽ. ഇതിന് എന്താ ആൻസർ പോയി പറയാനുള്ളത്? ഇത് കാലങ്ങളായിട്ട് ഇവിടെ ഒരുപാട് ആളുകൾ ബുദ്ധിമുട്ടുന്ന സ്ഥലമാണ്. കാരണം വെച്ച് കഴിഞ്ഞാൽ കനാല് മൂടുക മാത്രമല്ല, അതായത് റോഡിൽ വെള്ളം നിന്നിട്ട് ആൾക്കാർക്ക് സ്കൂളിൽ പോകാനോ അല്ലെങ്കിൽ പിന്നെ യാത്ര ചെയ്യാനോ ഒന്നും പോകാൻ പറ്റാത്ത വല്ലാത്തൊരവസ്ഥയാണ്. പിന്നെ അത് പോരാഞ്ഞിട്ട് ഇത് മുനിസിപ്പാലിറ്റിയിൽ പരാതി കൊടുത്തിട്ട് കാലം കുറയായി. മുനിസിപ്പാലിറ്റി ഇതിന് NOC എങ്ങനെയാണ് കൊടുത്തത് എന്നതാണ് ഞങ്ങൾക്കറിയാം. കാരണം വെച്ചാൽ ഒരു ബിൽഡിംഗ് എടുക്കുമ്പോൾ ഒരു ഗവൺമെൻറ്റിൻ്റെ സ്ഥലത്ത് NOC എങ്ങനെയാണ് കൊടുക്കുക എന്നുള്ളത് മുനിസിപ്പാലിറ്റിയാണ് പറയേണ്ടത്. അതുമാത്രമല്ല, ഇറിഗേഷൻ വകുപ്പ് രാജീവൻ സാറ് 2025 ഒരു പരാതി കൊടുത്തിട്ട് ഇത് അളന്ന് തിട്ടപ്പെടുത്തിയിട്ട് ഇതിലേക്ക് IPC റോഡ് മുതൽ കൊളായിപ്പാലം വരെ വെള്ളം വരേണ്ട ഒരു അവസ്ഥയിലേക്ക് വന്നപ്പോൾ ഇവിടെ കനാല് മണ്ണിട്ട് മൂടിയിട്ട് അവർക്കൊന്നും ചെയ്യാൻ കഴിയാത്ത അവസ്ഥയിൽ അതിനുശേഷം മുനിസിപ്പാലിറ്റിയിലും വില്ലേജ് ഓഫീസിലും തഹസിൽദാർക്കും പരാതി കൊടുത്തു. ആ പരാതി കൊടുത്തിട്ട് ഇപ്പോൾ ഒരു വർഷമായിട്ടും ഇതുവരെ നടപടി എടുത്തിട്ടില്ല. ഇനി എപ്പോൾ നടപടി എടുക്കും എന്നുള്ളത് മുനിസിപ്പാലിറ്റി പറയണം. കാരണം വെച്ചാൽ എൻ്റെ ടൈമിൽ ഒരുപാട് പരാതി കൊടുത്ത ഒരുപാട് ഡീറ്റെയിൽസ് ഇതൊക്കെ പരാതി കൊടുത്ത ഡീറ്റെയിൽസ് ഒന്ന് മുനിസിപ്പാലിറ്റിക്ക് കൊടുത്തിട്ടുണ്ട്, ഇറിഗേഷൻ വകുപ്പിന് കൊടുത്തിട്ടുണ്ട്. ഇതിനെല്ലാം മറുപടി ഒന്ന് ചെയ്യാം എന്നല്ലാതെ ഇതുവരെ ചെയ്തിട്ടില്ല. ഇത് എപ്പോൾ തീരും? ഈ ഒരു ദുരിതം ഈ നാട്ടുകാർക്ക് സ്വാതന്ത്ര്യം വേണ്ടേ? നടന്നു പോകണ്ടേ? ഹോസ്പിറ്റലിൽ പോകണ്ടേ? അല്ലെങ്കിൽ സ്കൂളിൽ പോകണ്ടേ? എല്ലാ കാലങ്ങളും ഇങ്ങനെ അനുഭവിക്കുകയാണ് വെള്ളത്തിൻ്റെ പ്രശ്നം പറഞ്ഞിട്ട്. ഇതിനൊരു മാറ്റം വരണ്ടേ? ബിസ്മിനാർ തൊട്ട് കോട്ടക്കല വരെ 4-5 സ്കൂൾ ബസ്സുകൾ പോകുന്ന ഏരിയ ആണ്. ഇവിടെയാണ് UDFന്റെ കൂടുതൽ കൗൺസിലർമാരുള്ളത്. എന്നിട്ട് ഈ റോഡിന്റെ അവസ്ഥയാണ് ഇപ്പൊ എനിക്ക് ചോദിക്കാനുള്ളത്. എനക്കല്ല, ഞങ്ങൾക്ക് ചോദിക്കാനുള്ളത് കൗൺസിലർമാരോട്. നിങ്ങളോടൊപ്പം ഞങ്ങളോടൊപ്പം നിങ്ങളുണ്ട്. കനാൽ ഉണ്ടാക്കി റോഡിന്റെ വെള്ളം ഒഴിവാക്കി തരാൻ. എന്ത് തന്നെയായാലും ഈ കനാല് വായൊക്കെ കുറച്ചൊക്കെ ശരിയാണ്. പക്ഷെ ഈ കനാലിന് വേണ്ടി നമുക്ക് വേണ്ടിയിട്ടും ഈ നാട്ടുകാർക്ക് വേണ്ടിയിട്ടും ഒരുപാട് പ്രവർത്തിച്ചിട്ടും ഒരുപാട് സപ്പോർട്ട് ചെയ്തത് നമ്മുടെ ഇറിഗേഷൻ വകുപ്പാണ്. പ്രത്യേകിച്ച് രാജീവൻ സാർ ഒരുപാട് കഷ്ടപ്പെടുന്നുണ്ട്. പക്ഷെ നമ്മുടെ പയ്യോളി മുനിസിപ്പാലിറ്റി വീണ്ടും ഉറങ്ങുകയാണ്. ഇനിയെങ്കിലും ഉണരുമോ? 45 വർഷം മുന്നേയുള്ള കനാലും ന്യൂ ജനറേഷൻ പിള്ളേരും ഇതിവിടെ അവസാനിക്കുന്നില്ല, തുടക്കം മാത്രം. അധികാരികളെ കണ്ണ് തുറക്കുമ്പോൾ ഇത് മാക്സിമം ഷെയർ ചെയ്യാം. ഇതേപോലത്തെ നിങ്ങളുടെ നാട്ടിൽ ഇതേപോലത്തെ സിറ്റുവേഷൻ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ കമന്റ് ചെയ്യാം.